പുളിശ്ശേരിക്ക് ആവശ്യമായ കായ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെനച്ച കായാണ് കേട്ടോ. അതിലേക്ക് ഏത്തക്കായ, അതിനകത്തേക്ക് നമ്മൾ തേങ്ങ, ജീരകം, പച്ചമുളക്, ഉലുവ വറുത്തത് ഒക്കെ കൂടി അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കായ നല്ലോണം വെന്തു. പച്ചമുളകും മഞ്ഞളും കരിവേപ്പില ഉപ്പും ഇട്ടിട്ടാണ് കായ വേവിച്ചത്. അതിലേക്ക് ഞാൻ തൈര് ഉടച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന, നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ. അത് അരച്ചിട്ടിട്ട് അതിനകത്ത് ആ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കതിനകത്തേക്ക് അതും കൂടി ചേർത്ത്, വളരെ കുറച്ച് വെള്ളം മതി. വെള്ളം ഇതിനകത്ത് കുറുകിയിരിക്കേണ്ട കറിയാണ്, അതുകൊണ്ട് വെള്ളം കുറച്ച് മതി. അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഒരു 1.5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയല്ല, ശർക്കരയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നെയ്യിൽ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാം. ഉലുവ ഞാൻ അതിൻ്റെ കൂടെ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലും 4 മണി ഉലുവയും കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാനിത് കടുക് വറുക്കുന്നത്. നെയ്യിനകത്തേക്ക് കടുകിട്ടു. ഇനി കുറച്ച് ഉലുവയും കൂടി, വളരെ കുറച്ച് മതി, ഉലുവയും ഉണക്കമുളകും കരിവേപ്പിലയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അതും കൂടി ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കറിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്താ ഉലുവ നോക്ക്, ഉലുവ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം ഉലുവ നമ്മൾ ഓൾറെഡി അരച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഞാനിത്. സാധാരണ പിള്ളേർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, ആ മുളകൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ പഴംപുളിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നതിന് നന്ദിയുണ്ട്. ഓക്കെ. ടേസ്റ്റുള്ള കറിയാണ്, സദ്യക്കൊക്കെ വിളമ്പുന്ന പോലത്തെ.